ഇഷ്ടംപോലെ ഹെലിപാഡ് ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഹെലിപാഡ് ഉണ്ടല്ലോ. എല്ലാം ഒന്ന് റെഡി ആവട്ടെ, എല്ലാം ഓടാവട്ടെ. 24 hours ഞാൻ ഇനി ചാറ്റ് നോക്കിക്കൊണ്ടിരുന്ന RP ഫ്ലോ പോകും. അപ്പം കുറച്ചു നേരം ഞാൻ ഇതില് കോൺസെൻട്രേറ്റ് ചെയ്യും. കടലിലെന്താ വീണാലോ? ആര്? ഞാനോ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. എൻട്രി അടിക്കുന്നു. അതെന്താ ഹോളോഗ്രാം? അതെന്ത് സാധനം? പാട്ടുണ്ട്. പാട്ടുണ്ട്, എനിക്ക് പാട്ട് കേൾക്കുന്നില്ല. പാട്ടുണ്ടോ? അപ്പൊ കുറച്ചെത്തിക്കേ. ഇല്ല, പാട്ട് കേൾക്കുന്നില്ല. കേൾക്കാലോ. എനിക്ക് കേൾക്കുന്നു. കണ്ണന്റെ intro. എടാ ഞാൻ ഇങ്ങോട്ടെത്തി. ചെറുതായി കേക്കാട്ടാ. ഇല്ലടാ എനിക്കില്ല. ഒരു കരഞ്ഞു കേട്ടാ. പരുന്തിന്റെ കരച്ചിൽ കേട്ടേ. അടുത്തോട്ട് കേൾക്കുന്നുണ്ട്. ഈ അപ്പം ഇതാണോ ചെറിയ പരിപാടി എന്ന് പറഞ്ഞത്? പരിപാടി ചെറുതല്ലേ, ചെറിയ ഐലൻഡ് നടത്തുന്നോണ്ടായിരിക്കും. ആരെ വളർത്തില്ലാണ്ട് കറക്റ്റ് സെന്റർ നിനക്ക്. എനിക്ക് തോന്നുന്നു കേറി ചെല്ലരുതെന്ന് തോന്നിട്ടാ. എടാ ഞാൻ കേറി ചെല്ലാം, അതവിടെ നിക്കണോ? പിന്നെ 4 ബാക്കിൽ ആരോ ക്ലാസ്സിലുണ്ട്. ഒരാൾ വെള്ളത്തിൽ പോയി. സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് കണ്ണന് വേണ്ടിട്ട്. അതെന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരിക്കണ സാധനമാണ്. അണ്ണാ അകത്തോട്ട് ഇനി ഞാൻ മൈൻഡ് ചെയ്യില്ല, എന്നെ മൈൻഡ് ചെയ്യട്ടെ. ദർശന, ഹലോ, കേക്കാവോ? താങ്ക് യു സോ മച്ച്. ഇന്ന് ജോക്കാണ് ബർത്ത്ഡേ. ജോക്കിയുടെ ബർത്ത്ഡേ ആണ് നമ്മളെ. വരാനുള്ള ഒരു സൗകര്യത്തിലല്ല പുള്ളി, അതാണ്. ഞാനും ബർത്ത്ഡേ ദിവസം കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാനന്ന് തിരക്കിലായിരുന്നു. വേറെ നമ്മളെ ഗ്യാങ് ആണല്ലോ പ്രയോറിറ്റി. ഇപ്പൊ ഗ്യാങ്ങിൽ ഇവന്മാരുടെ കൂടെ ഒരു ചെറിയ സെലിബ്രേഷനിലായിരുന്നു. എടാ പുറത്തല്ലോ, പുറത്തെ കാര്യം ഒന്നും നമ്മള് പാർട്ടി ചെയ്തല്ലോ. നീ വരാൻ നിന്റെ പ്രയോറിറ്റി എത്രേ ഉള്ളൂ. അപ്പൊ അവരെല്ലാരും അപ്പൊ അതിനകത്തായി പോയി. അതുകൊണ്ടാണ് വരാൻ ദർശനം. എങ്ങനെ പോണ ദർശനം? ഫുഡ് കഴിച്ചോ? അപ്പൊ നമുക്ക് അകത്ത് പരിപാടികളിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നുകിൽ ഈ പരിപാടി നല്ല രീതിയിൽ പോകണമെങ്കിൽ ഉമ്മാരുടെ എല്ലാവരോടും ഒന്ന് ചിട്ടയായിട്ടൊന്ന് വരാൻ പറ്റും. എടാ എല്ലാരും നലമ്പ ചന്ദ്ര, നലമ്പ നിക്കടാ ചന്ദ്ര. എല്ലാരും നലമ്പ നിന്നടാ. ഞാനൊരു കാര്യം നിന്നോടൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കഷ്ടപ്പാടാണ് ഇവിടെ വന്ന് അലമ്പാനുള്ള പരിപാടിയാണെങ്കിൽ അടുത്ത അലമ്പുന്നവരെ ഉള്ള കാര്യം ഞാൻ പറയാം. അണ്ണാ ഞാൻ റേഡിയോയിൽ ഇല്ല അണ്ണാ, ഞാൻ കേട്ടില്ല. ചന്ദ്രനാണ് വാസുവിന്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും? അപ്പൊ നമുക്ക് നീക്കാനുള്ള പിള്ളേരെ കക്കാശി നിന്നെ തിരിച്ചറിയാൻ തുടങ്ങി കേട്ടോ. നിന്നെ മനസ്സിലായിരിക്കും. നിന്റെ ബർത്ത്ഡേ അല്ലല്ലോ, മാസമുണ്ടല്ലേ? എടാ അവരെല്ലാം ലീഡ് ചെയ്തത്. തിരിച്ച് രണ്ടെണ്ണം പറയടാ മന്ദാരം, നിന്നെ ഒന്നും കളയൊന്നുമില്ല. തിരിച്ച് നല്ല വിളി. മന്ദാരം 6-8
ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. ഈഗിൾ ഗെയിമിംഗ് ആര് വസണ? ഒരു സ്ട്രീമർ പയ്യനാണ്. അവനാര് അറിയാവുന്ന ചെറുക്കരാ. വസുമനെ അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാലോ? ഓ കേറാ ബാബാ. ഇതെന്താ ലോഡാ ഇല്ല? ഇത് മൊത്തം പൊള്ളയാണല്ലോ. പൊള്ളയാണെങ്കിൽ വെയിറ്റ് ചെയ്യ് ലോഡാവും. പൊള്ളയെന്ന് പറഞ്ഞാൽ വാസുമൻ നടന്ന വാസുമനെ കാണാത്തവരൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. സ്ക്രീനിന് മാത്രം എഴുതി കാണിക്കണം. ഒരു മിനിറ്റ് എല്ലാരും ഒരു 2 മിനിറ്റ് കൊടുക്കും. ഇത് കൊള്ള അള്ളേ താങ്ക്യൂടാ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് പാറ്റിന്റെ പഴയ സർവറിലെ പോലെ അതിന്റെ ലോഡ് സ്ക്രീൻ പോലെ ഇത്ര നല്ല ഇതില്ലായിരുന്നു. കേക്കൊക്കെ ഉണ്ട് കേട്ടാ. Happy birthday to you. Happy birthday. Happy birthday to you. Alex താഴെ താങ്ക് യു സോ മച്ച്. അപ്പൊ വാസുമനെ അങ്ങനെ വാസുമോനെ 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് 30 ആണത്. ഇല്ല 29. അതല്ലേ? അതാ 29. അപ്പൊ അങ്ങനെ എല്ലാരും വാസുമോനെ നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. വാസുമോന് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് വാസുമോന് ജന്മദിനത്തിൽ പറയാനുള്ളത്? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മദിനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമായിരുന്നു. അതായത് എന്താ പറയാ, കുറെ നാളായിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങൾ പുറത്ത് കുറച്ച് അധികം എല്ലാരും, അതായത് റീബിൽഡിന് ശേഷം എല്ലാരും ഒരുമിച്ച് കൂടി ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഈ വർഷം എനിക്ക് ഭയങ്കര നന്നായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പൊ സിറ്റിയില് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിഷമമായിട്ടില്ലായിരുന്നു. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിക്കകത്ത് പരിപാടി വന്നപ്പോൾ ഡബിൾ സന്തോഷം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിപാടി ഹോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ വാസുമനെ കേക്ക് മുറിക്കാൻ പറഞ്ഞു. എന്താണ് നിനക്ക് പറയാനുള്ളത്? 24 വയസ്സിൽ നമ്മുടെ ഗ്യാങ് തുടങ്ങിയ വാസുവിന് ഇപ്പോ 29 ആവുകയാണ്. ഈ ഒരു ദൂരത്തിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം 30 വയസ്സിലോട്ട് പോകുന്ന വാസുവിന് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷം നമ്മൾ കൊണ്ടാടും, സിറ്റിയെ കൊണ്ടാടും. ആരോഗ്യ സൗഖ്യം 2 വാക്ക് വാസുമനെ പറ്റി. വാസു എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോ 29 വയസ്സിലോട്ട് കടന്നു കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാസുവിന് എന്റെ എല്ലാവിധ ജന്മദിന അടിക്കാൻ പറ്റില്ല. അഗ്ഗ് കൊടുക്കാൻ പറ്റത്തില്ല. കേക്കിന്റെ അടുത്ത് കണ്ണാക്കോ
ഒരു അടുത്തതായി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വാസുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കടന്നു വരിക. അപ്പാപ്പൻ രണ്ടു വാക്ക് സംസാരിക്കണം എന്നെ പറ്റി. അപ്പൊ 4 പറ. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞോ, 1000 കാര്യങ്ങൾ കഥയൊന്നും കേൾക്കണ്ട. അതെ 1 മണിക്കൂർ അങ്ങനെ തന്നെ പോയി പോകും. വേണം വാസു അതോ പറഞ്ഞാ പറയും. അപ്പാപ്പൻ ഷോർട്ടായിട്ട് രണ്ടു വാക്ക് പറയണം എന്നെ പറ്റി. നമ്മുടെ എല്ലാവരുടെയും അറ്റാക്ക് ഒന്ന് വിളിക്കും. ഹലോ അല്ല, ഒരു സെക്കൻഡ് ഞാനിപ്പോ ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കൂടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടെ വന്നെത്താൻ സാധിക്കാത്ത നമ്മുടെ രായനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എനിക്ക് പകരം രായന് വേണ്ടി സംസാരിക്കാം. ഐ ലവ് യു അണ്ണാ എന്ന് രായൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. രായൻ സ്പെഷ്യൽ വേറൊരു സാധനം കൂടെ തരാൻ പറഞ്ഞു. ഒരു സെക്കൻഡ്. ഉമ്മയാണോ? അയ്യോ ഇത് ഇങ്ങോട്ടില്ലേ? ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങോട്ടില്ല. ആണല്ലേ? ഞാനിപ്പോ രായന് വേണ്ടിട്ട് ആ സൗണ്ട് രായൻ വാസുമോന് ലിപ്കിസ് അടിക്കുന്ന ചെല്ലക്ക് മരുന്നയായിട്ട് താങ്ക് യു സോ മച്ച് രായ. ലവ് യു ലവ് യു ലവ് യു. അത്ര ഉള്ളു. തിരിച്ചുമ്മയില്ലേ വാസുമോന്? ഉമ്മ ഉമ്മ ഉമ്മ. പിന്നെ അടുത്ത ഡയലോഗ്. അണ്ണാ എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. അണ്ണൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു അണ്ണനാണ് അണ്ണ. അണ്ണന് വേണ്ടി ഞാൻ എല്ലാവർക്കും ഒരു അണ്ണനായ അണ്ണ. കൂടുതലല്ലേ അണ്ണ അണ്ണ എൻ ചക്കര അണ്ണ. ഇത് രായൻ വാസുമോന് വേണ്ടിയിട്ട് കവിത എഴുതിയതാണ്. കഴിഞ്ഞോ? കവിത കഴിഞ്ഞോ? ഇതൊക്കെ വാസുവിന് രായന്റെ കവിത ഇഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂറുകളെടുത്ത് പാപം. അപ്പൊ ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കാം. ഓക്കെ വാസുമോനെ, ഞാന് വാസുമോനെ ഈ മോനെ എന്ന് വിളിക്കുമ്പോ കാർലമോനെ വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ രണ്ടുപേർക്കും എനിക്ക് മറക്കാതെ പോയ എന്റെ മക്കളെ പോലെ കണ്ടിട്ടാണ് ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്. അപ്പം സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ വാസുമോനെ അറിയാതിരിക്കുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും എന്നെ ഒരു അനിയന്റെ സ്ഥാനത്തെ കാണാവോ വാസുമോൻ? പക്ഷെ അല്ല, ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് അച്ഛനെ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഒരിക്കലും വാസുവിന് തന്നിട്ടുണ്ടോ ചോദിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായ വാസുവിനെ അച്ഛനില്ലാത്ത ആൾക്കാർ ചോദിക്കും തന്നിട്ടോ, അപ്പൊ ചൂണ്ടിക്കാണിക്കണം. അതെ, അപ്പൊ 1000 നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുവാണ്. ഇത്രയും വർഷം നമ്മളെ ഒരു ഫാമിലി ആയി കൊണ്ട് നടന്ന നമ്മുടെ വാസു അണ്ണനെ ഒരു കീയോട് സ്ലോട്ട് ചെയ്ത് മാറ്റാൻ സമയം കേട്ടോ. അടുത്ത ആഴ്ച ഇനി പേഴ്സണൽ ആണ് വാസു. അല്ല വാസു, ഇനി കൊറേ വർഷങ്ങളായില്ലേ, ഇനി മാരൊക്കെ നിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം നോക്കിക്കൊണ്ട് പോവാം. അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി നമ്മുടെ ബോബ് രണ്ടു കുറിച്ച് എല്ലാരും പറയണേ ആ ഗോകുവിന്റെ മോൻ കണ്ടിട്ട് ഇത് വില്ലൻ ബ്രോ അല്ലേ? നമുക്ക് വേറെ ആർക്കെങ്കിലും പറ ബോബ് സാർ. ഇന്നിവിടെ 29ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അണ്ണന്
200 വർഷം കൂടെ അണ്ണൻ ആയിരം ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കണം. പൊഴുത്ത് ഞാൻ പറഞ്ഞു നീ കേട്ടില്ല. അപ്പോൾ നമുക്ക് ഒരാളെ കൂടെ വിളിക്കാം വാസുവിനെ. ഗൈസ് ദർശനം KVA ക്ക് കത്തിപ്പോയി. വേണ്ടി വാസമ്മനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ KVA സ്വന്തം ഹിറ്റ്മാൻ പ്ലീസ് കം. പഴയ കാര്യം ഓർത്തിട്ട് തെറിയെന്ന് പറയല്ലോ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഹിറ്റ്മാനെ. ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിന് സന്തോഷം. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ കൊള്ളാവുന്നതല്ല. പറഞ്ഞതിന്റെ അത്രയും പറഞ്ഞത്. അപ്പൊ നമുക്കെന്നാ കേക്ക് മുറിച്ചാലോ വാസുവിനെ? കേക്ക് മുറിക്കാം. വാസുവിനെ ഇവിടെ കേക്കിലോട്ട് സത്യം കളിക്കുന്ന ആളൊക്കെ അച്ഛനെ ഹാപ്പി ആഗ്രഹം കിട്ടിയോ? കിട്ടിയോ സെക്കൻഡ് കേക്ക് വാറ്റാൻ കൊടുക്കണം. സെക്കൻഡ് കേക്ക് വാറ്റാൻ കൊടുക്കണം. കിട്ടുന്നില്ല. നീ അവിടെ അടുത്തൊന്ന് വെയിറ്റ്. കണ്ണു വെച്ച് നോക്കിയാ കേക്കില് സ്ലൈസ് എടുക്കാൻ കേക്ക് കൊതിയാൻ ഹലോ എടാ നിങ്ങളെല്ലാരും കണ്ണ് വെച്ച് നോക്കിക്കോ. കണ്ണ് വെച്ച് നോക്കിക്കോ. കണ്ണ് വെച്ച് അഞ്ചെണ്ണം എടുത്തു. അപ്പാ ഇത് ലൈഫ് ഉള്ള ഞാൻ കേക്ക് തന്നിട്ടുണ്ട്. അളിയാ ബോബുട്ട എടുത്തു. അവിടുന്നേ കിട്ടിയില്ല എടുത്തു. താങ്ക് യു ഓക്കെ ഓക്കെ കാർലോ കഴിച്ചു വാസുവിനെ ഇന്ന് വാസുവിന് എന്റെ വക ലക്ഷ്യ വാസുവിൻ വാ തുറന്നേ. കുറച്ചുകൂടെ വലിയ സ്ലൈസാ. കുറച്ചുകൂടെ വലുതായിട്ട് എന്റെ വായിലോട്ടാ പോയേ. ഷുഗറാണ് താങ്ക് യു സോ മച്ച് അളിയ. താങ്ക് യു അടുത്ത സ്ഥലത്തോട്ട് പോവാം. എങ്ങോട്ട്? അങ്ങോട്ടോ നേരെയോ? പോയി. അണ്ണ ചങ്ക് തീർന്നിരിക്കണം, കണ്ടാ അറിയാം. കേക്ക് കിട്ടിയില്ല. ബാബു ഇല്ല ഗൈസ്, ബാബു വന്നില്ല. അവൻ കുറച്ച് അവന്റെ അച്ഛന് ഇതൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് അവൻ കുറച്ച് ബിസി ഷെഡ്യൂളിൽ. അവനങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. എന്നിട്ട് പോലും അവൻ ബർത്ത്ഡേക്ക് ഓടി ഇവിടെ വന്നു എന്റെ വീട്ടില്. ഗെയിമിനകത്ത് വന്നില്ലെങ്കിലും റിയൽ ലൈഫിൽ അവൻ ഓടി വന്നതാ. അവൻ അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. അവൻ വരാൻ പറ്റിയ ഉറപ്പായിട്ടും വന്നേനെ, എനിക്ക് ഉറപ്പാ. വാസുവിനെ ഇനി വാസുവിന് വേണ്ടി വാസുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സ്നേഹ സമ്മാനങ്ങളാണ് ഇത് വഴി. എല്ലാരും ഒന്ന് സൈലന്റ് ആണോ പ്ലീസ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാതിലാണോ അത്? ഇത് വാസുവിന് വേണ്ടി മനാഫ്ബറോയുടെ ഗിഫ്റ്റ് ആണ്. സ്നേഹസമ്മാനം. ഇതൊക്കെ എന്തൊക്കെ താനം കിടില സൗണ്ട്. മാറി നകത്ത്.
ഇതെല്ലാം വാസോടെ സിറ്റി കിട്ടിയാൽ മതി എന്ന് ഇതെല്ലാം എനിക്ക് സിറ്റി അപ്പാപ്പ ഇതെല്ലാം എനിക്ക് സിറ്റി തരണേ അപ്പാപ്പ അപ്പാപ്പ അതൊന്നും ആലോചിക്കണം അപ്പാപ്പ ഇതൊന്നും സിറ്റി തരണേ ഇതൊക്കെ എനിക്ക് പിന്നെ വാസുമോൻ അല്ലാതെ വേറെ ആർക്ക് തരാനാ? ഒരു ടിക്കറ്റ് വലിച്ചിട്ട് കസ്റ്റം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ആരാടാ എത്ര ടിക്കറ്റ് വലിക്കണം വാസുമോൻ? ഒരു വാസു പറ. അതിന്റെ ഇന്റീരിയർ അപ്പാപ്പ ടിക്കറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പാപ്പ ഒന്ന് താ അപ്പാപ്പ അതിനകത്ത് പിന്നെ അല്ല ഉറപ്പ് നാളെ സാധനം ഇതെല്ലാം റെഡിയാണ് വാസുമോനെ. കേറിക്കോളൂ. മനാബ്രോ താങ്ക് യു സോ മച്ച് മനാബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എലോട്ട് മനാബ്രോ അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ ഇത് ഞാനല്ല ഇന്റീരിയർ നല്ല രസമുണ്ട് കേട്ടാ ഉണ്ടാ അണ്ണൻ വണ്ടിക്കത്തല്ലേ കയറിയോ? FPP ഇട്ട് ഓടിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം വീഡിയോ കിട്ടും അണ്ണന്. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ബ്രോ മനാ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 കിക്ക് പോയിന്റ്സ് താങ്ക് യു സോ മച്ച് മനാ ബ്രോ താങ്ക് യു എല്ലാം അപ്പാപ്പ എനിക്ക് ചെയ്താ എനിക്ക് അണ്ണാ പുറത്ത് വിട്ട് ഓടിക്കുന്ന കേട്ടോ നല്ലത്. വാസുമോനെ സൂക്ഷിച്ചോടിക്കണം. ഇല്ല പുറത്തോട്ട് ഓടിക്കാം എവിടെ കിക്കാവും വീഡിയോ കിക്കാവും നമുക്ക് അടുത്തടുത്തോട്ട് പോയാലോ? ഇല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറി ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള മാറി നിക്കണേ. പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിക്കണേ. ഇവിടെ സീൻ സൗണ്ട് അല്ല വിഷയമുണ്ട് കിട്ടില്ല കണ്ടാ FPP നോക്കിയേ ഓ FPP മുട്ടും ഡീറ്റെയിലിംഗ് വണ്ടിക്ക് വാസുമോനെ നമുക്കപ്പം അടുത്ത വാസുമോന്റെ സമ്മാനത്തിലോട്ട് കടന്നാലോ? ഓക്കെ സമ്മാനാണോ? അച്ഛൻ പറഞ്ഞത് യഥാർത്ഥ അപ്പം കേറാം, നമുക്ക് അകത്തോട്ട് കയറാം. അടുത്തതല്ലേ റെഡി അല്ലേ? ഇത് അമ്പത്തൂരിന്റെ വക ഇത് ഓൾറെഡി സെറ്റ് ആണ് കേട്ടോ. അല്ല അപ്പൊ ഇതാണ് ഇത്രയും നാള് ഞാൻ വണ്ടിയുടെ സിറ്റിക്കകത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം എന്റെ അമ്മോ ഗൈസ് ഇതാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ ആ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും പോവാൻ റോയൽ ലുക്കുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പാപ്പ ഇതിന്റെ പ്രത്യേകത അറിയോ? ഇത് ഇൻഗെയിം വണ്ടിയാ ഇത് ശരിക്കും. ആണോ? ഇത് ഇൻഗെയിം വണ്ടി പണിത് ഇങ്ങനെ ആക്കിയതാ. ഇത് ഇൻഗെയിം വണ്ടിയാണ്. ഇത് ഇൻഗെയിം വണ്ടി മോഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുവാ. നിക്കോബ്രോ ആണ് ഇത് ചെയ്തത്. പിന്നെ അങ്ങനെ പണ്ടേ പുലിയല്ലേ? ഓ ഇത് അല്ലാതെ കാണണം. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഗൈസ്, ഇത് വെളി കാണണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലൂസിഫറിലൊക്കെ പോലെ അങ്ങനത്തെ ഒരു വണ്ടിയെ ഇത് കണ്ടാ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടാ നിങ്ങള്? താങ്ക് യു സോ മച്ച് നിക്കോബ്രോ എടുത്ത് പറയണം. താങ്ക് യു പറയണം. ഓടിക്കാൻ പറ്റുമോ ഇത്? ഓ പിന്നെ ഇത് ഇന്ത്യൻ വണ്ടിയാടാ ഇത്. ഇപ്പൊ ഇങ്ങനെ ആക്കിയല്ലേ? അല്ലല്ല ഈ മൊത്തത്തിൽ പണിഞ്ഞിട്ട് ഇത് കളർ പോരുന്ന ബ്രോ. ഇത് അല്ലാതെ കണ്ടു നോക്ക് ഇത് വെളിയിൽ കണ്ടു നോക്ക് ബ്രോ. ഇത് സിറ്റിക്കകത്ത് ഈ ലൈറ്റ് വാസുവിന് കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് വാസുവിനെ മാറ്റേ പറയല്ലേ ബാപ്പനെ കൂടി ഇതോ ഇങ്ങോട്ട് അണ്ണൻ ലോസ്റ്റ് ആയേ. വാസുവിനെ വിളിച്ച എല്ലാരും വരും ഇത്. വാസുവിനെ അപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടി. വാസുവിനെ ഹാപ്പി ആയില്ലേ? പിന്നെ സന്തോഷായില്ലേ? പിന്നെ സിറ്റിയിൽ എന്താ വേണം? രണ്ട് പുതിയ വണ്ടികൾ, അത് ഒന്നിനൊന്നിനും വെച്ച യുണീക്ക് ഐറ്റം. അപ്പാപ്പന്റെ വക ഒന്നും ഇല്ലല്ലേ? വാസുവിനെ എന്നെ സങ്കടപ്പെടുത്തി. വാസുവിനെ അതാ ഞാനൊരു സർവർ എഴുത്തതില്ലേ വാസുവിനെ എന്താണ് ചോദ്യം ചോദിച്ചത്? അത് ശരിയാ നമുക്കെന്താ അടുത്തടുത്തോട്ട് പോയാലോ? വാ ഇവിടെയാണോ? ഓ ഇവിടെയാണല്ലേ? ഏതാ ഗിഫ്റ്റ്? ഇതാണോ അതാണോ? അല്ല കാറ കണ്ടാലേ അറിയില്ലേ? കാറാണ്. അപ്പാപ്പ ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും ഇതന്നെ കാണിച്ച് കൊതിപ്പിക്കും. എനിക്കിത് സിറ്റി തരണം.
ദർശനയാണ് പണി. ദർശനയുടെ വകയാണ് കേട്ടോ. ദർശന താങ്ക് യു സോ മച്ച്. കീറിയിട്ട് എത്ര വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? പിന്നെ ഇത് എന്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാന് എന്ത് തരണമെന്ന് പെട്ടെന്ന് ആലോചിച്ച് ഞാനിപ്പോ രായനോട് ചോദിച്ചപ്പോ അണ്ണൻ ഈ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞത്. അതെ അതെ താങ്ക് യു സോ മച്ച് ദർശന, താങ്ക് യു. ഇത് ഡിമാൻഡ് അല്ലേ? അത് വണ്ടി കുറെ പറയാനുണ്ട്. അപ്പാപ്പ ഇതെനിക്ക് സിറ്റി തരണം. ഈ വണ്ടി കിട്ടത്തില്ല. അപ്പാപ്പ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കേറ്റാം. ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ? ഇത് ഡിമാൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ദർശന പിന്നെ എന്തിനാ ദർശന ഇതെന്നെ കാണിച്ചതാക്കിയത്? അതായത് വാസവനെ ഈ സാധനം അണ്ണന് ഞാൻ തരും. എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് നമ്മുടെ സെർവറിനകത്ത് ഈ ഒറിജിനൽ വണ്ടിയുടെ ഇത് ലോഗോയും ബാക്കി സാധനങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ 8 മാസം മുന്നേ ഒരു വണ്ടി കയറ്റിയായിരുന്നു. ഓർമ്മയുണ്ടോണ്ടാ? ഉണ്ട്, അത് ഇന്നും കൊടുക്കാം. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റാക്കിട്ട് പറയണേ. അതിവിടെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ആൾറെഡി കയറ്റിയത്. എന്നാ ഞാൻ പറയട്ടെ. അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. വാസു ബ്രോ, ഇത് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവര് അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവോ? പറയട്ടെ, ഒരു കാര്യം ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോവോ? ഞാൻ മാറുന്ന കാര്യമോ? മനസ്സിലായില്ലേ? അപ്പാപ്പന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് പരിപാടി നടന്നിട്ടില്ല. നേരെ തിരിച്ചു പോകുമ്പോ അവരൊരു ട്രക്ക് ഉണ്ട്, അത് അപ്പാപ്പനുള്ള. അതും നേരെ തിരിച്ചു പോകും. നിങ്ങൾ വന്ന വഴി തിരിച്ചു പോകുമ്പോ അവിടെ ഉണ്ട്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ വണ്ടി സ്ഥലത്ത് മാറ്റി. നോക്ലിപ്പ് അടിച്ചിട്ട് മേലെയുണ്ട്, തലയുടെ മേലെ അപ്പാപ്പൻ. അവിടെ വന്നേ. ഗൈസ് അതൊന്നും കൊടുക്കുക. ഇവിടെ ഇമോട്ടില്ല ഗൈസ്, ഇവിടെ ഇമോട്ട് മെനു ഇല്ല. തിരിച്ചു വന്നേട്ടാ, ഞാൻ കണ്ടേ. കാർലോ ബർത്ത്ഡേ എന്നാ? ഇപ്പൊ എത്രയായി? എനിക്ക് 28. 6 മാസം ഉണ്ട്. പെട്ടെന്നാവും, പ്രാർത്ഥിക്കാം. കിടക്കണം നമ്മളെ. ഈ വണ്ടിയെല്ലാം കിട്ടുന്നു പറഞ്ഞു ഉറപ്പ് വന്നോ? ഈ വണ്ടി കിട്ടൂല, ഇതിനു മുമ്പ് കിട്ടിയ 2 വണ്ടി കിട്ടും. അതെ, മറ്റേ പക്ഷേ ഈ വട്ടം ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പാപ്പ ഈ വട്ടം ഞാൻ ഇത് മേടിച്ചെടുക്കാതെ ഞാൻ കളിക്കൂല. അല്ല വാസവന ഒരു കാര്യം ചെയ്യും. കാരണം 2 പേർക്കും ഏതൊക്കെ വണ്ടിയാണോ കിട്ടാത്ത എന്നുള്ള ലിസ്റ്റ് അടിക്കുന്ന അങ്ങനെയാണെങ്കിൽ എന്റെ കാറിലൂടെ വണ്ടി മാത്രമേ ബർത്ത്ഡേ വണ്ടികൾ ഏതൊക്കെ കിട്ടാത്ത ലിസ്റ്റ് മറ്റേ ഇതിന് കിട്ടിയതോ? മറ്റേ BM-ന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് കളിക്കാതടാ. കേക്കത്തന്നെ പോണോ? വാസോണ്ടാണ് എല്ലാരും മിണ്ടായിരിക്കണേ. അപ്പൊ എനിക്ക് വണ്ടികളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അതുപോലെ അപ്പാപ്പന്റെ ഒരു ബർത്ത്ഡേ കുറച്ച് നാൾക്ക് മുമ്പ് കഴിഞ്ഞായിരുന്നു. അന്ന് ഞങ്ങളൊരു പരിപാടി വെച്ചിട്ട് അപ്പാപ്പന് കേറാൻ പറ്റാതെ ഇങ്ങനെ നീണ്ടു പോയതാ. അപ്പൊ അപ്പാപ്പന് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ കഥ തുറന്നാ കാണാം. ഇത് അപ്പാപ്പന് വേണ്ടി ഞാൻ എന്ത് പാടി വെച്ചറിയാ. പണിയൊക്കെ എന്നേ തീർന്നതാ. പിന്നെ എന്തിനാ വാസവന ഇത്ര കാലം കാത്തു വെച്ചിരുന്നേ? അപ്പ ഇതേ കുറച്ച് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ ഞങ്ങള് ഓരോ ദിവസം മാറി നമ്മൾ അന്ന് മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്താ. ഇതുണ്ടോ സാധനം കണ്ടോ നിങ്ങള്? എടാ നിക്കോബ്രോയുടെ ഡിസൈൻസ് എല്ലാം കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതുണ്ടോ ഒപ്റ്റിമസ് ബ്രാവോ കണ്ടാ? ഫ്രണ്ടിലോട്ട് എടുക്കല്ലേ വീഡിയോ
എന്റെ പൊന്നോ ഇതിന്റെ ഇന്റീരിയർ നീ കാണിച്ചു തരാം വെയിറ്റ് വാസുവിനെ ആ കറക്റ്റ് ആയിട്ട് പൈസ തരുന്നതായിരുന്നല്ലോ ട്രക്ക് ജോബ് ചെയ്യാൻ വേണ്ടി എനിക്ക് ട്രക്കൊക്കെ കിട്ടുന്നത് അപ്പൊ ഇത് സാധനം നോക്ക് സാധനം കിഴിച്ചല്ലേ ഇന്റീരിയർ വലിയ ഇതില്ല കേട്ടാ ഡീറ്റെയിലിംഗ് ഇല്ല വിഷയസാണ് ഇത് കണ്ട അപ്പൊ ഇത് കേട്ടോ ഒപ്റ്റിമസ് ഇത് കണ്ട ഒപ്റ്റിമസ് ബ്രാവോ കണ്ടാ വാസുവിനെ ഇത് മറ്റേ ഈ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഉടനെ മറ്റേ റോബോട്ട് ആവും അറിയാവോ അതൊന്നും ഇല്ല അത്രയൊന്നും ഇല്ല അത്ര ആവത്തില്ല അത് അത് ഈ ഞെക്കി കഴിഞ്ഞാൽ വാ 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 എങ്ങോട്ടേക്കാ പുറത്തോട്ടാണോ എങ്ങോട്ടാ പാടത്തോട്ടെത്തി നമ്മള് പോയിട്ട് ഇതോടെ അത് ഇങ്ങോട്ടാണ് മെല്ലെ നടന്നു പോവാ. എവിടോട്ടാ എങ്ങോട്ടാ ഹലോ ഇതിനകത്തോട്ടാണോ എന്താ നിനക്ക് അതിനെ അറിയില്ലല്ലോ എന്താ ചെറുങ്ങനെ നടന്നു ചെറുങ്ങനെ എടാ ഇത് എല്ലാം ലോഡായോ വരുമോ എനിക്ക് എനിക്ക് ഓരോ ദേശം ആ എനിക്ക് ലോഡായത് അങ്ങനെ അന്വേഷണം നോക്കടാ ട്രാഫിക് നോക്കടാ ട്രക്കിന്റെ അവിടെ നിൽക്കുവാ കാലികമായി സാങ്കേതിക തകരാർ മൂന്നെണ്ണേ കാണത്തുള്ളേ സാങ്കേതിക തകരാർ വെച്ച് പൊട്ടന്മാരാണ് അകത്തുള്ളത്. എന്ത് പറ്റിയടാ അപ്പാപ്പ അവന് ഇതാക്കി വിടുവോ അകത്ത് കയറ്റുവോ നീ കേറില്ല ഒരു ഗ്യാപ്പ് അപ്പാപ്പ ചന്ദ്രൻ കേറിയില്ല ചന്ദ്രൻ കേറിയില്ലേ ഇല്ല പുറത്തുനിന്ന് അൺലോക്ക് ചെയ്യാൻ ചന്ദ്രൻ തുറന്നെടുക്കോ വാ 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 ആ ചന്ദ്രൻ ഡ്രാഗ് കൊറേ പേരുണ്ടോ ഒരാളങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അഡ്മിന് ദർശനയുടെ വണ്ടി ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ബ്രോ എടുത്തോണ്ട് വരാൻ പറ്റണോ എടാ അത് പറഞ്ഞാലും മനസ്സിലായില്ലേ ബ്രോ അത് സിറ്റി കൊണ്ടുവരാ കുറച്ച് ടാസ്ക് കൊണ്ടുവരാ ഞാൻ ദർശന വണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൊത്തം നടക്കാൻ പറ്റുമോ വലിയ പുറത്തോട്ട് അടുത്ത സ്റ്റേജ് വേണം എല്ലാരും നിക്കട്ടെ എല്ലാരും കുടിഞ്ഞിരിക്കാനല്ലോ നോക്ക് കുടിഞ്ഞ് ബാക്കിൽ ഒരാൾ നിക്കല്ലേ സൈലന്റായി നിന്നോടറാ അമ്മാരത് എല്ലാരും ലൈനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഞങ്ങളുടെ ബാക്കിൽ ഒരാൾ നിക്കരുത് സ്ട്രേറ്റ് ആയിട്ട് നിക്കണേ. എന്നിട്ട് എല്ലാരും ആകാശത്തോട്ട് നോക്കുക ആകാശത്തോട്ട് കേട്ടോ ആകാശത്തോട്ടെ റെഡിയല്ലേ റെഡിയല്ലേ അത് ഞാൻ ഞങ്ങളുടെ പോയി മഞ്ഞ കൂടി പോയല്ല നൈസറാ പോലെ ഇവിടെ തന്നെ അനങ്ങരുത് ഇങ്ങനെ തന്നെ നിൽക്കണേ അനങ്ങരുത് കേട്ടോ റെഡിയല്ലേ റെഡിയല്ലേ റെഡി 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 ഞാനെ ചോദിച്ചത് പറഞ്ഞാ രാണൻ ഞാനെ ചോദിച്ചതാണ് റെഡിയല്ലേ ഓ റെഡി 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 എന്താ എന്താ കടലിൽ മുങ്ങേറാനാണ് കടലിലേക്കാണോ നോക്കുന്നത് മാനത്തോട്ടാണ് കടലിലാണോ മാനത്തോട്ടോ എങ്ങോട്ട് നോക്കണം
വാറ്റണ്ണൻ ബോബോയെ വയ്ക്കുന്നതായിട്ടൊരു അറിവ് കിട്ടി. അങ്ങ് ദൂരം എന്തോ വരുന്നുണ്ട്, കപ്പലാണോ? സുനാമി ഇല്ലേ? എനിക്കൊന്നും കണ്ടുകൂടാ. ഞാൻ പോയില്ല. അണ്ണാന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയേ. ഞാൻ എന്ത് റിവ്യൂലാ കണ്ടത്? എന്റെ അമ്മോ, നമ്മൾ രണ്ടടി ഉണ്ടല്ലോ ഈ കാറ്. എടാ ഞാൻ എന്ത് വണ്ടി പോട്ടാ, വണ്ടി എനിക്കറിയാം, വണ്ടി കാരണം ഞാൻ പ്രതീക്ഷിച്ച എന്ത് റിവ്യൂല് ഞാനിപ്പോ കണ്ടേ. വണ്ടി പോട്ട റിവ്യൂലിംഗ് എന്താണ് ഞാൻ കണ്ടത്? പിന്നില് വർക്ക് ചെയ്തല്ലേ എല്ലാം പിന്നല്ല, എല്ലാം നമ്മുടെ ഇത്രയും കഴിവുണ്ടാന്ന് പറഞ്ഞില്ല നീക. എന്ത് പരുന്ന് പറന്നു വന്നിട്ട് എന്റെ വണ്ടി ഇനി ഇതാണ്, മനസ്സിലായി? ഇനി എന്റെ മെയിൻ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. ഇനി ഞാൻ എവിടെ പോയാലും എന്തിനു പോയാലും എടുക്കാൻ പോണ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പാപ്പ എന്ത് റിവ്യൂല് ഞാൻ കണ്ടത് അപ്പാപ്പ. ഇഷ്ടപ്പെട്ടോ? ഇത് എങ്ങനെ ചെയ്തപ്പാപ്പ എനിക്ക് മനസ്സിലാവില്ല. ആ സിനിമാറ്റിക് വീഡിയോ എങ്ങനെ അങ്ങനെ വന്നേ, ഞാൻ ഞെട്ടിപ്പോയി. ഹലോ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഹലോ, എന്ത് ചെയ്ത് വെച്ചിരിക്കണ രായ? അണ്ണ ഇത് ഫിനിക്സും കൂടി ചെയ്തതാണ്, അവന്മാരിരുന്ന് ചെയ്തതാണ്, മനസ്സിലായോ? സിറ്റി കയറാൻ പറ്റില്ലെങ്കിലും കിടലൻ. എടാ ഇത് എങ്ങനെയാടാ ആ സിനിമാറ്റിക് വീഡിയോ ഒക്കെ എങ്ങനെയാടാ അങ്ങനെ വന്നേ? അതൊക്കെ അത്ര അണ്ണാ ലേസറിന്റെ പരിപാടി ഇല്ല. അത് ഫസ്റ്റ് ടൈം ദി 5M സെർവറിൽ അങ്ങനെ ഒരു സംഭവമേ ഫസ്റ്റ് ടൈം ആണ്. ഇങ്ങനൊരു സാധനമേ ഇല്ല. സാധാരണ സിനിമാറ്റിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ക്രീനിനകത്ത്, ഇത് നമ്മൾ അതിനകത്ത് ആ സാധനം നമ്മളെ വലിച്ചോണ്ട് അതിനകത്ത് കൊണ്ടുപോയി. അത്ര ഉള്ളു ഫുൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കുമാരാണ്. എടാ നെറോട്ട എല്ലാം ഉള്ളായിരുന്നു. നിഞ്ച എടാ ആരാണ് ചെയ്ത് ഉറങ്ങിയിട്ട് ഇതിന്റെ പിറകിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എടാ താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എലോട്ട്. 3 പേർക്ക് താങ്ക് യു. നിഞ്ച താങ്ക് യു, ഹൈഫിനിക്സ് താങ്ക് യു സോ മച്ച്. ഡിലേ ആയിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂടിയ സാധനങ്ങൾ വരത്തുള്ളൂ. ഇതാണ് ചെറിയ പരിപാടി. കറക്റ്റ് ബർത്ത്ഡേ ദിവസം രാത്രി ചെയ്യുന്ന പരിപാടി അത് ആണ്. അന്ന് അണ്ണന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഇരുന്നോണ്ടാണ് നമ്മള് ഇതാക്കിയത്. കാരണം അപ്പാപ്പ ഇതിന് പറഞ്ഞിരുന്നു ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കണമെന്ന്. പിന്നെ ഞാനും അണ്ണാ കഴിഞ്ഞോട്ട ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ എല്ലാം കൂടി അങ്ങ് ചേർത്തങ്ങ് നടത്തി, അത്രേ ഉള്ളു. അണ്ണാ ആവശ്യമില്ലേ? പിന്നെ അല്ലാതെ താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ട്. താങ്ക് യു. നിന്റെ കംബാക്ക് പരിപാടി ദ ബെസ്റ്റ്. എന്റെ അമ്മോ, ഓ
രോമാഞ്ചം വന്നോ രോമാഞ്ചം വണ്ടി ഇത് എടാ ആ സാധനം നമുക്ക് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഓ അത് എനിക്ക് ഒന്നും കൂടെ ഒന്ന് കാണാം. ഒരാൾ ബാക്കിലോട്ട് വരുമോ? ഒന്ന് ലൈവ് റെഡി എന്റെ അമ്പോ ഇതെന്ത് സാധനം? എന്നിട്ട് അത് ഈകളൊക്കെ പോകും. സാധനം വന്നു വീഡിയോ ഉണ്ട്. അപ്പാപ്പ ആ വണ്ടി ഒന്ന് എടുത്തിട്ട് കൊടുത്താണ്. ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. ആ വണ്ടി ഒന്ന് എടുത്തിട്ട് കൊടുത്താണ്. ലിവർ ചെയ്ത സ്റ്റാലിന് വണ്ടി ഇത് ചെയ്ത നമ്മളൊരു പയ്യൻ, അവന്റെ പേര് പൂക്കി. അവനെ കൂടി ഡ്രാഗ് ഇടാം. സ്റ്റാലിന്റെ ഡിസിനാണ്. സ്റ്റാലിൻ ഉണ്ടോ ഇവിടെ? സ്റ്റാലിൻ ഇത്ര വെജിറ്റ ടോബി ഹീറോ അണ്ണാ ഹോൺ ഉണ്ട്. എടാ ഹോൺ ആഡ് ചെയ്തിട്ടില്ലടാ. ഇത് ഹോണാണത്. കുറച്ച് കാര്യം കൂടി ഉണ്ട്. വണ്ടി ഡോർ അടച്ചാണ്. ഡോർ അടച്ചാണ്. ഓക്കെ ഈ വണ്ടി വേണോ? ഈ ഹോട്ട്വെയർ ഫെയിലായോ? കറക്റ്റായിട്ടാണല്ലോ ചെയ്തത്. അത് എഴുതണല്ലേ ചെക്ക് ചെയ്യാൻ. ഇല്ലടാ എന്റെ കീ തന്നെ. എനിക്ക് ഹോട്ട്വെയർ ഒട്ടും ചെയ്യാൻ പറ്റില്ലടാ. എനിക്ക് ഹോട്ട്വെയർ അമ്മാരൊക്കെ വിട്. കേസ് നടക്കുന്നുണ്ട്. അവർക്ക് വേറെ ലൈവ് കാണാനില്ല. അതുകൊണ്ടല്ലേ അവർ ഇവിടെ ഇരിക്കുന്നേ. കിട്ടിയില്ലേ? ലോക്കായി. യു ഡോണ്ട് ഹാവ് കീ ടു ദിസ് വെഹിക്കിൾ എന്ന്. ഇല്ല ആവുന്നില്ല. അപ്പുറത്തെ വണ്ടി കയറി. അല്ല ഇത് ഹോട്ട്വെയർ കാണിക്കാൻ വീണ്ടും. അല്ല ഇപ്പുറത്തെ വണ്ടി കയറി. വണ്ടി റേസ് ചെയ്താണ്. പരുന്നിന്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്നവർക്ക് അത്ര കാണത്തുള്ളത്. ഇത് വണ്ടിയിൽ വൺസ് ഒന്ന് കേറണം. അവിടെ ഒരു വണ്ടി വരുവാടാ എനിക്ക്. അമ്പത്തൂര് ആ വണ്ടി എന്താ പോണേ?
ഈ അടിച്ചാണോ നോക്കട്ടെ ഫോൺ. ആ വണ്ടി ഒന്നും നിന്നടാ. എന്റെ കസ്റ്റം വണ്ടി. എന്റെ അമ്മോ എന്തിനു ചെയ്ത് വെച്ചിരിക്കണ രായ. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് കറക്റ്റ് RPM കറക്റ്റ് അനുസരിച്ചാണ് അത് കേറണേ. അതിന്റെ ഇപ്പുറത്തോണ്ട് ഇപ്പുറത്തോണ്ട് കൊടുക്കുന്ന അനുസരിച്ചാണ് അത് വരുന്നത്. എടാ ഇതിപ്പോ എനിക്ക് ഗ്യാങ് വേണ്ടി ആക്കിയാ മതിയെന്ന് തോന്നുന്നടാ. ഇത് ഗ്യാങ് മറ്റേ നിർത്തണം പറഞ്ഞോളൂ നീ തോന്നും പോലെ. അളിയാ ഇത് നമ്മുടെ ഗ്യാങ് വേണ്ടി ആക്കളിയാ. ഒരിക്കൽ ഇത് പറയും, ഒരിക്കൽ ഇത് പറയും, ഒരു കളർ മാറ്റാൻ പറയും. ആരാ നീ തോന്നും പോലെ? ഇതിപ്പോ 700 രൂപയ്ക്ക് മാത്രം കഷ്ടപ്പെട്ട് കൊണ്ടുനടക്കാം. സ്വന്തം പേരെ കെട്ടി അങ്ങനല്ല. എനിക്ക് നമ്മുടെ ഗ്യാങ് ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഗ്യാങ്ങിന് ആ ഒരു ഇത് കിട്ടല്ലോ. കൊച്ചുപിള്ളേരെ പോലെയാണ് അവർ ഇരിക്കുന്ന ഗ്യാങ്ങിന്റെ കളർ മാറ്റണം. നീ എന്തിനാ ക്രൈസി പണ്ടേ അത് കൊണ്ടുവന്നു ലാസ്റ്റ്? നീ മനസ്സിലായത് ഇപ്പോഴും പറഞ്ഞ നോക്കട്ടെ പറയാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ മോനെ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇഷ്ടപ്പെടാതിരിക്കും. ഇത്ര വലിയ സാധനം പണിത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടോന്നോ? അതെന്തൊരു ചോദ്യം. മൃഗം ഇത് ഈഗിൾ ബ്രോ മാത്രമേ കാണാത്തുള്ളൂ തോന്നുന്നു. ഞാൻ കണ്ടില്ല. വന്നപ്പോ ഇവരൊക്കെ കണ്ടാറുണ്ട്. ആണല്ലേ? ഞാൻ മാത്രമേ കാണാത്തത്. സത്യം ഞാനേ ഉള്ളു കാണാത്തത്. കാണണം പറഞ്ഞു പോയനാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. സുന്ദരി ഒന്ന് പറയ്. ആരാ? എങ്ങോട്ടാ? എവിടെ വരണം? ഇങ്ങോട്ട് വരും. ഒന്നും കൂടെ മറ്റേ അതിന്റെ ഇന്റീരിയർ ഞാൻ ഇവിടെ ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. അല്ല ഇവിടെ ഡിസ്കോഡില് ഹലോ ദർശന. താങ്ക് യു സോ മച്ച് ദർശന. മീൻസ് എ ലോട്ട്. ഓ പിന്നെ ഹാപ്പി അല്ലായിരിക്കുമോ? അങ്ങോട്ട് കോടാണ. അല്ലേ അപ്പൊ തെണ്ടിത്തരല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ഇപ്പൊ എന്താ നീ കാണിച്ചത്? ഇപ്പൊ ദീർഘായുസ് ഉണ്ടാവട്ടെ അപ്പാപ്പാട്ടാ. എന്റെ അണ്ണനെ എടാ എന്തൊരു സാധനോടെ കിടക്കുന്നേ. ഇതല്ലേ ദർശന. ദർശന താങ്ക് യു സോ മച്ച്. അണ്ണാ എനിക്ക് ഗിഫ്റ്റ് എന്താ തരണ്ടേന്ന് എനിക്ക് പെട്ടെന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് അടങ്ങിയില്ലടാ. സെറ്റ് ചെയ്തതാണ്. ദർശന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിപ്പം ചെറുപ്പൊന്നും ഇല്ലല്ലോ. വളരെ ചെറുതൊന്നും ഇല്ലല്ലോ. എല്ലാം ഗിഫ്റ്റ്. എവറിത്തിങ് ഈസ് വാല്യുബിൾ. മോർ ദാൻ ഗിഫ്റ്റ് യുവർ പ്രസൻസ് ഈസ് വാല്യുബിൾ. ഒരുപാട് ദിവസമായി കണ്ടിട്ട്. ഞാൻ ദർശനക്ക് കേക്ക് തന്നില്ലായിരുന്നു. ഞാൻ മുമ്പേ എടുത്ത് മാറ്റി വെച്ചിരിക്കുവായിരുന്നു ഒരു പീസ് കേക്ക്. താങ്ക് യു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ എന്റെ പുതിയ വണ്ടിയാ. നല്ല രസമുണ്ട് അണ്ണാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അണ്ണാ സിറ്റിയില് ഇനി അടുത്ത ദിവസം അണ്ണന്ന് വരുമ്പോ എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും പിന്നെ നമ്മൾ കാണുന്നു. എപ്പോഴും പറയുന്നല്ലേ? ഇല്ല ഈ വട്ടം നമ്മൾ എന്തായാലും കാണും ദർശന. അതെനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഷുവർ ദർശന ഷുവർ. അണ്ണൻ എന്തോ ട്രോമയിലാന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ റിക്കവർ ആയോ?
ഉള്ളൂ ദർശന. എന്താ എന്താ അല്ല ഓക്കെ ആയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നമുക്ക് അടുത്ത ദിവസം സംസാരിക്കുമ്പോ ദർശന എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ എന്നാ ഓക്കെ ദർശന, എന്തായാലും മീറ്റ് ചെയ്യാൻ വരണം. ഉറപ്പായിട്ടും. ഞാനെ വിളിക്കാം. ഓക്കെ ഓക്കെ ദർശന, ബൈ ഓക്കെ ബൈ എന്നാ. ബൈ. ആ വണ്ടിക്കകത്തു ഇന്ത്യ ഇവിടെ ഇമോട്ടൊന്നും ഇല്ല കേട്ടോ. അറിയണ ദർശന അണ്ണാ ബീജം ഒക്കെ ആയിരുന്നില്ലേ? പറയാത്ത എന്താ അന്നെന്താ കൊടുക്കാനാണ്? എന്ത് കൊടുക്കാത്ത മനസ്സ് കൈമാറത്ത മനസ്സ് ഞാൻ കൈമാറിയായിരുന്നു. എലി വരികയാണ്. എലി ഇതൊക്കെ പൊട്ടിക്കൊണ്ട് വാറ്റൻ ഇപ്പോഴും കണ്ടു. അത് കാണാൻ വേണ്ടി നിൽക്കുന്നവിടെ അണ്ണ ഷൈ ആയി പോയല്ലേ? അണ്ണ ചുറ്റോറ കടല എങ്ങോട്ട് വണ്ടി എടുത്ത് പോകുന്നത്? അങ്ങനെ ആക്കി തരാം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഓടിച്ചു നോക്കോടാ. വാറ്റന്റെ ഡെഡിക്കേഷൻ കണ്ടു. ഇപ്പോഴേ ലേസർ ഷോ ആണ് അവിടെ നിൽക്കുന്നത്. FPP ഈ വണ്ടി എന്ത് ഡീറ്റെയിലിംഗ് ആടാ നോക്ക്. ഫ്രണ്ടിൽ ഫോട്ടോ ഫോട്ടോ ഒക്കെ ഉണ്ട്. പറഞ്ഞേ അങ്ങനെ ആരത്? തങ്കെന്ന് പറഞ്ഞു കാറിലാണ് അടിച്ചിട്ട് ഇപ്പൊ വാറാവേ. സൗണ്ട് മൊത്തത്തിൽ മാറ്റിയില്ലേ? ഈ ഹോൺ നമുക്ക് വേണ്ടി താറിൽ നോക്കട്ടെ. ഇത് സ്റ്റീവിനെ വേണ്ടി ഒച്ചോലുണ്ടല്ലേ? ഇത് നമുക്ക് ഗ്യാങ് വണ്ടി ആക്കാടാ. എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ വണ്ടിയേക്കാളും എനിക്കിഷ്ടം ഇത് ഗ്യാങ് വണ്ടി. ഏത് വണ്ടി കൊടുത്തില്ലെങ്കിൽ ഈ വണ്ടിയെങ്കിലും അപ്പൊ അവരോട് കൊണ്ടുവരാൻ പറയുന്നത്. എടാ ഇതിനകത്ത് കുറച്ച് നീലയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാങ് വണ്ടി കൊടുക്കിയല്ലോടാ. നൈസായിരിക്കും. ഈ ടോപ്പ് കത്തി കിടക്കുന്ന നീലയാക്കാം. ഹലോ 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 കേക്കാവടാ? കേക്കാവോ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇൻബോക്സ് പറഞ്ഞു. ഇൻബോക്സ് ചെയ്യൂല. നോക്കിട്ട് പറഞ്ഞാ മതി. ഒന്നും വേണ്ട. സ്നേഹം മാത്രം മതി. പിന്നെ അല്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. സാധാരണ എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇത് റിയൽ ലൈഫിലും അടിപൊളിയായിരുന്നു, ഇവിടെ അടിപൊളിയായിരുന്നു, എല്ലാം കൊണ്ടും കിടിലമായിരുന്നു ഈ വട്ടത്തെ ബർത്ത്ഡേ. എന്താ അതായത് നീ കഴിഞ്ഞ തവണ പറഞ്ഞ ഓർക്കുന്നുണ്ടോ വിഷമിച്ചിട്ട്? നിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആരും ഇല്ലായിരുന്നു കൂടെ എന്നുള്ള രീതിയില് അന്ന് ഞാൻ ആരെ വിളിച്ച അപ്പോഴേ പറഞ്ഞല്ലേ ഈ തവണ പണി നമ്മൾ ഒരു മാസം മുമ്പ് തുടങ്ങി. അപ്പം വിളിച്ചിട്ട് പറഞ്ഞാ പെട്ടെന്ന് സെറ്റ് ആക്കണം, കഴിഞ്ഞ വട്ടത്തെ കാര്യമാണ് പറഞ്ഞപ്പോ ഈ വട്ടം സെറ്റ് ആണ്, ഓൾ സെറ്റ് ആണ്. പക്ഷെ നമ്മളെ റിയൽ ലൈഫിൽ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് വന്നത്. അവിടെ രണ്ടു ഇതും കൂടി ഒരുമിച്ചായി പോയണം, അതാണ് നടത്താൻ പറ്റാത്തത്. നിങ്ങള് റിയൽ ലൈഫിൽ വന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സത്യം പറഞ്ഞ. കാരണം അല്ലെങ്കിൽ ഞാനതൊരു ചെറിയ പരിപാടിയായിട്ട് നമ്മളിവിടെ ഒതുങ്ങി പോയനെ അന്നത്തെ പരിപാടി, മനസ്സിലായോ? അപ്പൊ അതായിരുന്നു ഏറ്റവും നല്ല ഇത്. ഹാപ്പി അല്ലേ? പിന്നല്ലാതെ ബ്രാവോ, താങ്ക് യു സോ മച്ച് ബ്രാവോ. മീൻസ് ഞാൻ പറയാം, എനിക്കതിൽ നിനക്കും വലിയൊരു പാർട്ടുണ്ട് അതില്. എനിക്ക് ഇതിന്റെ അടുത്ത് അതിന്റെ നന്ദിയായിട്ട് ഞാൻ പറയണില്ല. ഇനി എന്ത് നന്ദി എന്താണ് നന്ദിയിലേക്ക് ആവശ്യമുണ്ടോ നമ്മളെ? നിന്റെ പേരെ ഞാൻ അവിടെ പറഞ്ഞില്ല ബോബേ. സ്നേഹം സ്നേഹം മാത്രം. ഇത് പക്ഷെ ഫുൾ ആൻഡ് ഫുൾ രായന്റെ ഐഡിയ കേട്ടോ. ഫുൾ ആൻഡ് ഫുൾ രായനായിരുന്നു A to Z. ഇപ്പം സിറ്റിക്കകത്ത് ചെയ്തത് എല്ലാം അതിന്റെ ചെറിയ പ്ലാനിങ് തൊട്ട് ലാസ്റ്റ് വരെ രായനായിരുന്നു. സംഭവം ഞാൻ പറയാം.
ഞാൻ പ്ലാൻ പറഞ്ഞു കൊടുത്ത് നിഞ്ചയും ഇവന് ഹൈഫിനിക്സും ഇരുന്ന് ഉറക്കം ഒഴിച്ച് അവരിന്ന് പണിഞ്ഞു. ഞാൻ അവിടെ വെക്കണമെങ്കിൽ ആ സമയത്ത് ഇവന്മാരിരുന്ന് രണ്ടുപേരിരുന്ന് അത് മൊത്തത്തിൽ ഇരുന്ന് പണിഞ്ഞാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇവന്മാർ രണ്ടുപേരാണ്. കാരണം ഉറങ്ങിയിട്ടില്ല, മനസ്സിലായി. 2-3 ദിവസമായിട്ട് ഇവന്മാര് ഇന്നുണ്ടോ ഇന്നലെയൊക്കെ പറഞ്ഞു അണ്ണ ഇന്ന് എടാ കൈ തട്ടി mute ചെയ്യണ്ട പോയി പോയതാ ഞാനേ. അതായത് ബ്രാവനെ വിളിച്ച് ബ്രാവനെ ഞാൻ വിളിക്കാം. അല്ലല്ല ഞാൻ ഇവിടെ മറ്റേ സ്റ്റിയറിംഗ് വീൽ എടുത്ത് കുത്തുമായിരുന്നേ, അത് കുത്തിക്കൊണ്ടിരുന്നപ്പോ പറ്റിപ്പോയതാ. പറ പറ പറ. ബ്രാവനെ വിളിച്ച് ചോദിക്കുക അണ്ണ ഇന്നുണ്ടാന്ന്. അപ്പൊ ബ്രാവർ ഇല്ല ഇന്നില്ല നാളെയാണത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അണ്ണ എന്ന് കയറുന്ന അന്ന് നടത്താന്ന് വിചാരിച്ചിട്ട്. അതാണ് അണ്ണ ഇന്ന് കാരണം കണ്ടപ്പോ ഇന്ന് പെട്ടെന്ന് എല്ലായിടത്തും പറഞ്ഞടാ ഇന്ന് കയറണം എന്ന് പറഞ്ഞ് ഇവരെ ആ ലാസ്റ്റ് മിനിറ്റ് വരെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു രണ്ടുപേരും. സാധനമായിരുന്നു. ലൈക്ക് എത്ര ഡിലേ ആവുന്നോ അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള സാധനമായിരുന്നു. ഓ അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നായിരുന്നു പറഞ്ഞു തന്നത്. അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി അണ്ണ ഇത് ഒരാഴ്ച ഇതുക്കും മേലായിരുന്നു, മനസ്സിലായോ? ഒരാഴ്ച ഇതുക്കും മേലായിരുന്നു. സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ലൈക്ക് അതിന് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ എന്തൊക്കെ ആഡ് ചെയ്യാൻ നോക്കുന്നു അത്ര അതാ നോക്കിയിട്ടുള്ളൂ. അത് അത്ര ഹൈപ്പുള്ള സാധനം ചെയ്തേക്കണേ. ഇങ്ങനൊരു റിവ്യൂല് ഞാൻ സത്യം പറയട്ടെ, ഇങ്ങനൊരു റിവ്യൂല് നമ്മുടെ ഗ്യാങ് വണ്ടിക്ക് ചെയ്തിരുന്നാ മതിയായിരുന്നു സത്യം പറഞ്ഞ. ഗ്യാങ് വണ്ടിക്ക് അതൊക്കെ മേലെ അതൊക്കെ മേലെ. എടാ എന്നത്തേക്ക് കഴിയൂടാ നമ്മുടെ ഹൈനയുടെ പണി മൊത്തം കഴിഞ്ഞെണ്ണ. ഈ വൈമാപ്പിന്റെ പരിപാടി ഇവന്റെ കയ്യിലാണ് സ്റ്റാലിൻ ചോദിരണ കൈയോടെ ക്യാമറ ഓഫായോ? ക്യാമറ ഓഫ് ആയി പോയോ? ഒരാഴ്ച പിന്നെ നമ്മുടെ വൈമാപ്പും പണിയണം. അത് ടീം തന്നെ. എടാ ഇപ്പൊ എല്ലാരും പറയണ എന്താന്നറിയോ, ഗ്യാങ് വണ്ടി അതാക്കാൻ. ഗ്യാങ് വണ്ടി ഇഗ്ലൂറ ഞാൻ 2 ദിവസം ഇരുന്നിട്ടാണ് ആ RPM ചെയ്തെടുത്തത്. അത് ഇനി ഗ്യാങ് വണ്ടി ആക്കുവാണെ വീണ്ടും സ്റ്റാലിൻ പുതിയ ഡെലിവറി അടിക്കണം. അയ്യോ വേണ്ട വേണ്ട, അത് അവർക്ക് ബുദ്ധിമുട്ടാ കേസ്, അത് അവർക്ക് മുട്ടം പണിയാ. അണ്ണൻ പറഞ്ഞ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ. അയ്യോ നമുക്ക് നോക്കട്ടെ.